1978 ഡിസംബർ 20 ഉച്ച കഴിഞ്ഞ സമയം കൊൽക്കത്ത വിമാനത്താവളത്തിൽ എല്ലാം പതിവ് പോലെ നടന്നു. ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം IC-410 ലക്നൗ വഴി ഡൽഹിയിലേക്ക് പുറപ്പെട്ടു. വൈകുന്നേരം ഏകദേശം 5:45 വിമാനം പുറപ്പെട്ടത്. എല്ലാം ശാന്തമായിരുന്നു. ലക്നൌവിൽ നിന്ന് വിമാനത്തിൽ കയറിയ 2 യാത്രക്കാരെ ആരും ശ്രദ്ധിച്ചിരുന്നില്ല. അവരിൽ ഒരാൾ കുർത്ത പൈജാമയും മറ്റൊരാൾ ധോത്തിയും ധരിച്ചിരുന്നു. ഇരുവരും ജവഹർ ജാക്കറ്റുകളായിരുന്നു ധരിച്ചിരുന്നത്. അവരിൽ ഒരാൾ ഉയരം കൂടിയ വ്യക്തിയും കായികക്ഷമതയുള്ള ആളുമായിരുന്നു. മറ്റൊരാളാകട്ടെ ഉയരം കുറഞ്ഞ് തടിച്ച വ്യക്തിയായിരുന്നു. വിമാനത്തിന്റെ 15ാം നിരയിലുള്ള സീറ്റുകളിൽ ഇരുവരും സുഖമായി ഇരുന്നു. ഡൽഹിയിലെ പാലം വിമാനത്താവളത്തിലെത്താൻ ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ 15ാം നിരയിലെ സീറ്റുകളിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് ഫ്ലൈറ്റ് പേഴ്സൺ GV ഡേയുടെ അടുത്തേക്ക് നടന്നു. കോക്പിറ്റ് കാണാനാകുമോ എന്ന് ചോദിച്ചു. ഡേ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ടാമത്തെ ആളും അവിടേക്ക് എത്തി. അക്കാലത്ത് അത്തരം അഭ്യർത്ഥനകൾ സാധാരണമായിരുന്നു. അതിനാൽ അവരുടെ അഭ്യർത്ഥന ക്യാപ്റ്റൻ MN ഭട്ടിവാലയെ അറിയിക്കാമെന്ന് ഡേ പറഞ്ഞു. ഫ്ലൈറ്റ് പേഴ്സൺ GV ഡേ കോക്പിറ്റിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ 2 പേരിൽ ഒരാൾ സമീപത്തുണ്ടായിരുന്ന എയർ ഹോസ്റ്റസ് ഇന്ദിര തകൂറയുടെ കൈമുട്ടിൽ പിടിച്ച് അവരെ അവിടെ നിന്നും മാറ്റി. പിന്നാലെ ഇരുവരും കോക്പിറ്റ് വാതിൽ ശക്തിയോടെ തള്ളി തുറന്നു. യാത്രക്കാരെയും ജീവനക്കാരെയും ഞെട്ടിച്ചുകൊണ്ട് കോക്പിറ്റിലേക്ക് അവർ പ്രവേശിച്ചു. വിമാനത്തിൽ ഭയാനകമായ നിശബ്ദത നിറഞ്ഞു. പൈലറ്റിന്റെ തലയ്ക്കു നേരെ തോക്ക് ചൂണ്ടിയ ഹൈജാക്കന്മാർ വിമാനം അവർ പറയുന്നിടത്തേക്ക് പറത്താൻ ആവശ്യപ്പെട്ടു. അവരുടെ കൈവശം ബോംബും ഉണ്ടായിരുന്നു. യാത്രക്കാർ ഭയന്നു വിറച്ചു. പിന്നാലെ പൈലറ്റിന്റെ ശബ്ദം മുഴങ്ങി. നിങ്ങളുടെ കമാൻഡർ സംസാരിക്കുന്നു. നമ്മൾ ഹൈജാക്ക് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ പട്നയിലേക്ക് പറക്കും. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം അവർ പട്നയിലേക്ക് പോകുന്നതിന് പകരം വാരണാസിയിലേക്കാണ് പോകുന്നതെന്ന് അദ്ദേഹം വീണ്ടും പറഞ്ഞു. രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടി യാത്രാ വിമാനം റാഞ്ചിയതിന്റെ വിവരണമാണ് മേൽ പറഞ്ഞത്. ആകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ യാത്രാ വിമാനം റാഞ്ചിയിട്ടുള്ളൂ, കോൺഗ്രസ്. പാർട്ടി പ്രവർത്തകരായ ഭോലേനാഥ് പാണ്ഡെയും ദേവേന്ദ്ര പാണ്ഡെയും ചേർന്ന് 1978 ഡിസംബർ 20 ഇന്ത്യൻ എയർലൈൻസിന്റെ വിമാനം IC-410 റാഞ്ചുകയായിരുന്നു. രാജ്യത്താകെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമേ വിമാനം ഹൈജാക്ക് ചെയ്തിട്ടുള്ളൂവെന്നും അത് കോൺഗ്രസ് ആണെന്നും കഴിഞ്ഞ ദിവസം ന്യൂസ് മലയാളം ചാനലിൽ സംസാരിക്കവേ CPIM നേതാവായ M സ്വരാജ് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ പരാമർശത്തിന് പിന്നാലെയാണ് 1978 ഹൈജാക്കിംഗ് വീണ്ടും വാർത്തകളിലും ചർച്ചകളിലും ഇടം പിടിച്ചിരിക്കുന്നത്. രാജ്യത്തെ ഞെട്ടിക്കുന്ന ഹൈജാക്കിംഗ് നടത്തിയ ഭോലേനാഥ് പാണ്ഡെയുടെയും ദേവേന്ദ്ര പാണ്ഡെയുടെയും ആവശ്യം ഇന്ദിരാഗാന്ധിയെ മോചിപ്പിക്കുക, അവരുടെ മകൻ സഞ്ജയ് ഗാന്ധിക്കെതിരായ കുറ്റങ്ങൾ പിൻവലിക്കുക, ജനതാ പാർട്ടി സർക്കാരിന്റെ രാജി എന്നിവയായിരുന്നു. ഹൈജാക്കർമാർ തങ്ങൾ യൂത്ത് കോൺഗ്രസ് അംഗങ്ങളാണെന്ന് പ്രഖ്യാപിക്കുകയും ഗാന്ധിയന്മാരും അഹിംസാവാദികളാണെന്നും യാത്രക്കാരെ ആരെയും ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും പറഞ്ഞതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തിരുന്നു. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള 1977 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ അറസ്റ്റിനെ അപലപിച്ചുകൊണ്ട് അവർ വിമാനത്തിൽ വികാരഭരിതമായ പ്രസംഗങ്ങൾ നടത്തി. ഇന്ദിരാഗാന്ധിയെയും യൂത്ത് കോൺഗ്രസ് മേധാവി സഞ്ജയ് ഗാന്ധിയെയും വാഴ്ത്തി മുദ്രാവാക്യങ്ങൾ മുഴക്കി. ഹൈജാക്കർമാർ പൈലറ്റുമാരോട് ആദ്യം നേപ്പാളിലേക്ക് പറക്കാൻ ഉത്തരവിട്ടെന്നും എന്നാൽ ഇന്ധനം കുറവായതിനാൽ തങ്ങൾ വിസമ്മതിച്ചുവെന്നും പിന്നീട് ബംഗ്ലാദേശിലേക്ക് പറക്കാൻ അവർ പറഞ്ഞെങ്കിലും അതും വിസമ്മതിക്കുകയായിരുന്നുവെന്നും ക്യാപ്റ്റൻ MN ഭട്ടിവാല പിന്നീട് വന്ന ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ വിമാനങ്ങൾക്ക് പരിമിതമായ ദൂരപരിധിയുണ്ടെന്ന് ആ വിഡ്ഢികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് ഭയാനകമായ ഒരു ജോലിയായിരുന്നു. ആദ്യം അവർ നേപ്പാളിലേക്ക് പറത്തണമെന്ന് ആവശ്യപ്പെട്ടു. എന്റെ തലയ്ക്ക് നേരെ തോക്ക് ചൂണ്ടിക്കൊണ്ടിരുന്ന 2 പേരിൽ ഏറ്റവും ഭ്രാന്തനായ ആളോട് ഞങ്ങളുടെ പക്കൽ അത്രയും ഇന്ധനമില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ ബംഗ്ലാദേശിലേക്ക് പറത്തണമെന്ന് ആവശ്യപ്പെട്ടു. അതും സാധ്യമായിരുന്നില്ല, അദ്ദേഹം പറഞ്ഞു. ഒടുവിൽ 126 യാത്രക്കാരും 6 ക്രൂ അംഗങ്ങളും ഉൾപ്പെട്ട യാത്രാ വിമാനം അവർ വാരണാസിയിൽ ഇറക്കി. വിമാനത്തിൽ മുൻ മന്ത്രിമാരായ AK സെൻ, ധരംബീർ സിൻഹ എന്നിവരും ഉണ്ടായിരുന്നു. അന്നത്തെ UP മുഖ്യമന്ത്രി രാം നരേഷ് യാദവുമായി ഫോണിൽ സംസാരിക്കണമെന്ന് ഇരുവരും ആവശ്യപ്പെട്ടു. പക്ഷേ യാദവ് സമ്മതിച്ചില്ല. ചർച്ചകൾക്കായി മുഖ്യമന്ത്രി തങ്ങളോടൊപ്പം ചേരണമെന്നും അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നും അവർ കൂടുതൽ സമ്മർദ്ദം ചെലുത്തി. അപ്പോഴേക്കും പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരികയും മുഖ്യമന്ത്രിക്ക് നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിരുന്നു. മൊറാർജി ദേശായി UP മുഖ്യമന്ത്രിയുമായി നേരിട്ട് സംസാരിച്ചു. പിന്നാലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയും പോലീസ് ഇൻസ്പെക്ടർ ജനറലും ചീഫ് സെക്രട്ടറിയും പ്രത്യേക വിമാനത്തിൽ വാരണാസിയിലേക്ക് പോയി. പിറ്റേന്ന് പുലർച്ചെ 1 മണിക്ക് ശേഷം അവർ വിമാനത്താവളത്തിലെത്തി. പുലർച്ചെ 1:30 ചർച്ചകൾ ആരംഭിച്ചു.
ഹൈജാക്കർമാർ ഇന്ദിരാഗാന്ധിയെ നിരുപാധികം മോചിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി മൊറാർജി ദേശായി രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ടു. വിമാനത്താവള ലോഞ്ചിൽ പത്രസമ്മേളനം നടത്താൻ അനുവദിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. വിമാനം റാഞ്ചിയവരുടെ ഒരു ആവശ്യവും അംഗീകരിക്കരുതെന്ന് പ്രധാനമന്ത്രിയിൽ നിന്ന് മുഖ്യമന്ത്രി യാദവിന് വ്യക്തമായ നിർദ്ദേശം ലഭിച്ചിരുന്നതായി പത്ര റിപ്പോർട്ടുകൾ പറയുന്നു. അതിനാൽ വിദേശികളെയും സ്ത്രീ യാത്രക്കാരെയും ആദ്യം വിട്ടയക്കണമെന്ന് യാദവ് പറഞ്ഞു. ചർച്ചകൾ മണിക്കൂറുകളോളം തുടർന്നെങ്കിലും ഫലമുണ്ടായില്ല. എന്നാൽ അർദ്ധരാത്രിയോടെ വിമാനത്തിലെ വെള്ളം തീർന്നു. കുട്ടികൾ കരഞ്ഞു. അവർക്ക് വെള്ളം കിട്ടിയില്ലെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ പിന്നീട് റിപ്പോർട്ട് ചെയ്തിരുന്നു. രാവിലെ 6 മണിയോടെ വിമാനത്തിൽ തങ്ങുക എന്നത് അസഹനീയമാണെന്ന് ചില യാത്രക്കാർ പരാതിപ്പെടുകയും പിൻവാതിലുകൾ തുറക്കാൻ ഹൈജാക്കർമാരോട് ആവശ്യപ്പെടുകയും ചെയ്തു. അതേസമയം ക്യാപ്റ്റൻ എമർജൻസി ചൂട് റിലീസ് ലിവർ വലിച്ചു. ഇതോടെ പകുതി യാത്രക്കാരും പുറത്തിറങ്ങി. എങ്കിലും ഏകദേശം 60 പേർ ബന്ദികളായി തുടർന്നു. ഈ സമയമായപ്പോഴേക്കും ദേവേന്ദ്രയുടെ പിതാവും സർക്കാർ ഡോക്ടറുമായ ഡോക്ടർ JD പാണ്ഡെയെ ഹൈജാക്കർമാരുമായി സംസാരിക്കാൻ തദ്ദേശ ഭരണകൂടം ചുമതലപ്പെടുത്തി. അദ്ദേഹത്തിന്റെ അഭ്യർത്ഥന ഫലിച്ചു. ഇരുവരും കീഴടങ്ങി. ഡിസംബർ 21 രാവിലെ 6:40 ഹൈജാക്കർമാർ കീഴടങ്ങി. പിന്നീടാണ് കഥയിലെ അവസാന ട്വിസ്റ്റ് പുറത്തു വരുന്നത്. അവരുടെ കൈവശമുണ്ടായിരുന്ന ബോംബ് തുണിയിൽ പൊതിഞ്ഞ ഒരു ക്രിക്കറ്റ് ബോൾ ആണെന്നും യാത്രക്കാരെ ഭയപ്പെടുത്താനായി ഉപയോഗിച്ച തോക്കുകൾ വെറും കളിപ്പാട്ടങ്ങൾ മാത്രമാണെന്നും കണ്ടെത്തി. ഒരു യാത്രക്കാരനും അത് തിരിച്ചറിഞ്ഞില്ലെന്ന് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തു. ഹൈജാക്കിങ്ങിന് 5 ദിവസത്തിന് ശേഷം ഡിസംബർ 26 ഇന്ദിരാഗാന്ധി മോചിതയായി. 1980 അവർ വീണ്ടും അധികാരത്തിൽ വന്നപ്പോൾ ഇരുവർക്കുമെതിരായ എല്ലാ കുറ്റകൃത്യങ്ങളും ഒഴിവാക്കി. ആ ഹൈജാക്കിംഗ് അവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉയർച്ചയുണ്ടാക്കി. നിരവധി കോൺഗ്രസ് അനുയായികൾക്ക് അവർ ഹീറോകളായി മാറി. സഞ്ജയ് ഗാന്ധിയുടെ അടുത്ത അനുയായികളാകാനുള്ള പദവി ഇതിനകം തന്നെ അവർ നേടിയെടുത്തിരുന്നു. കൂടാതെ ഹൈജാക്കിങ്ങിന് ശേഷം 1980 ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാർട്ടി അവർക്ക് ടിക്കറ്റ് നൽകി. ഭോലാനാഥ് പാണ്ഡെ ഉത്തർപ്രദേശിലെ ബല്യ ജില്ലയിലെ ദോബ നിയമസഭാ സീറ്റിൽ നിന്ന് 1980 1989 കോൺഗ്രസ് MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടു. അതേസമയം ദേവേന്ദ്ര പാണ്ഡെ 2 തവണ UPയിലെ സുൽത്താൻപൂർ ജില്ലയിലെ ജയ്സിംഗ്പൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു. 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭോലേനാഥ് സലേംപൂരിൽ നിന്ന് കോൺഗ്രസ് ടിക്കറ്റിൽ മത്സരിച്ചു. 1991 രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം ദേവേന്ദ്ര സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിച്ചിരുന്നു. ഭോലേനാഥ് ഓഗസ്റ്റ് 24, 2024 തന്റെ 71-ാം വയസ്സിൽ അന്തരിച്ചു.